പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവാലയ ശുദ്ധീകരണം വിശുദ്ധ യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 22 വരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പെസഹ സമീപിച്ചിരിക്കുന്നത് കൊണ്ട് യേശു യെരുശലേമിലേക്ക് ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെ അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറ് കൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകൾ കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകൾ മറച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരുടെ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവേൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്ന് തിന്നുകളയുമെന്ന് എഴുതിയിരിക്കുന്നു ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ളതിന് എന്തടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. യേശു അവരോട് ഈ മന്ദിരം പൊളിക്കുവേൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ യേശുവിനോട് ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അവനിത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവെഴുത്ത് യേശു പറഞ്ഞ വചനവും വിശ്വസിച്ച്. ഹല്ലേലൂയ. ദൈവികമായ ഒരു രോക്ഷം അവിടെ കാണുവാനായിട്ട് കഴിയും. കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കിക്കൊണ്ട് കാള, ആട്, മാട് വിൽക്കുന്നവരെയും പൊൻവാണിഭക്കാരെയും ദൈവാലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ പുറത്താക്കി ഒരു ദൈവിക രോക്ഷം നമുക്ക് കാണുവാനായിട്ട്, ഒരു ദൈവിക രോക്ഷം നമുക്ക് കാണുവാനായിട്ട്, ദൈവിക രോക്ഷം നമുക്ക് കാണുക. ദൈവിക രോക്ഷം പ്രവൃത്തിയിലൂടെ കാണിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവിക രോക്ഷം നമുക്ക് പ്രവൃത്തിയിലൂടെ കാണിക്കുവാനായിട്ട് കഴിയുമോ? നമുക്ക് പ്രവൃത്തിയിലൂടെ കാണിക്കുവാൻ കഴിയുന്ന ദൈവിക രോക്ഷം എന്താണ്? മറ്റൊരുത്തിനെ അടിച്ചിരുത്തുക എന്നുള്ളതാണെങ്കിൽ യേശു അങ്ങനെയല്ല ചെയ്തത്. അവൻ ആലയത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവിടെ വേണ്ടാതിരുന്ന, അവിടെ കൊള്ളരുതാത്ത പ്രവൃത്തി നടത്തിയിരുന്നവരുടെ നേരെ യേശു ക്രിസ്തു വരെ നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് യേശുവിനോട് യഹൂദന്മാർ ചോദിക്കുകയാണ്, ഇത് ചെയ്യാമെന്നുള്ളതിന് എന്തടയാളമാണ് നിനക്ക് കാണുവാനുള്ളത്? അപ്പോൾ യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പേ, ഈ മന്ദിരം 3 നാൾ കൊണ്ട് പണിയ, ഈ ശരീരമാകുന്ന മന്ദിരം